നമസ്കാരം. രാമനാമങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 നാൻമറനേരായ രാമായണം ചമക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാക്കിയ മഹാമുനി താൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കേണം. ധർമ്മവിഗ്രഹമായ ശ്രീരാമനെ നാം രാമായണത്തിൽ ദർശിക്കുന്നു. രാമജീവിതമാണ് ധർമ്മം. ആ ജീവിതത്തെ അനുചരിക്കുക എന്നാൽ ധർമ്മത്തിൽ ചരിക്കുക എന്നു തന്നെയാകുന്നു. ലക്ഷ്മണൻ ചെയ്യുന്നത് അതാണ്. ധർമ്മമൂർത്തിയെ അനുഗമിച്ച് ധർമ്മത്തെ അറിയുകയും അതാചരിക്കുകയും ചെയ്യുന്നു. ഗുരു സാന്നിധ്യത്തിൽ ധർമ്മത്തിൽ ചരിക്കുന്ന സാധകന്റെ ചിത്രമാണ് ലക്ഷ്മണൻ്റേത്. രാമനിൽ കാണുന്നത് പരമാത്മഭാവമാണെങ്കിൽ ലക്ഷ്മണനിൽ കാണുന്നത് പരമാത്മ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ജീവാത്മഭാവമാണ് എന്ന് കരുതാം. ലക്ഷ്മണന്റെ വ്യക്തിത്വ സവിശേഷതകൾ വ്യഷ്ടിവിശേഷമായും രാമന്റെ സർവാശ്ലേഷി ഭാവം സമഷ്ടിഭാവമായും മനസ്സിലാക്കാം. രാമലക്ഷ്മണന്മാരുടെ ഐക്യമാകട്ടെ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ആത്യന്തിക ഐക്യം എന്ന അദ്വൈത തത്വവുമാകുന്നു. ഈ തത്വം മനസ്സിലാക്കി രാമായണം പാരായണം ചെയ്യുന്നവർ രാമതത്വത്തിലേക്ക് ഉണരാൻ പരിശ്രമിക്കുന്ന ലക്ഷ്മണന്മാരാണെന്ന് പറയാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. സഹസ്രം വർത്തന്തെ ജഗതി വിബുധാഃ ക്ഷുദ്രഫലദാഃ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം
चिरं याचे शम्भो शिव तव पदाम्भोजभजनं सहस्रं वर्तन्ते जगदि विबुधाः क्षुद्रफलदा न मन्ये स्वप्ने वा तदनुसरणं तत्कृतफलम् हरिब्रह्मादीनामपि निकटभाजाम् असुलभम् चिरं याचे शम्भो शिव तव पदाम्भोजभजनम्. അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 3-ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. 1-ാം ശ്ലോകത്തിൽ എൻ്റെ നമസ്കാരം ശിവയ്ക്കും ശിവനുമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളാചരണം ചെയ്തു. 2-ാം ശ്ലോകത്തിൽ ശിവാനന്ദലഹരി വിജയിക്കട്ടെ എന്ന് സങ്കല്പിച്ചു പ്രാർത്ഥിച്ചു. 3-ാം ശ്ലോകത്തിൽ ശിവനെ ഭജിക്കുകയാണ്, ഹൃദയത്തിൽ ഭജിക്കുകയാണ്. ഈ ഹൃദയത്തിൽ ഭജിക്കുക എന്ന് പറയുമ്പോൾ അത് ബാഹ്യമായ ഭജനത്തിനേക്കാൾ എത്രയോ സൂക്ഷ്മമാണ്. സ്വാഭാവികമായി അത് ധ്യാനം എന്ന പദത്തിലേക്ക് ഉയരുന്നുണ്ട്. ഹൃദയത്തിൽ ഭജിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ധ്യാനമാണ്. അപ്പം ഞാൻ ശിവനെ ധ്യാനിക്കുന്നു. ഏത് ശിവനെ? ത്രൈവേദ്യം, 3 വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവനെ, ഹൃദ്യം, ഹൃദയസ്ഥിതനെ, അല്ലെങ്കിൽ അങ്ങേയറ്റം മനോഹാരിതയോടൊത്തവനെ. അനേക അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു. ത്രിപുരഹരം, 3 പുരങ്ങളെ നശിപ്പിക്കുന്നവനെ, ആദ്യം സകല പ്രപഞ്ചവികാരങ്ങളും ആവിർഭവിക്കുന്നതിന് മുമ്പുള്ള സദ്രൂപനെ, ത്രിനയനം, 3 കണ്ണുകളോടുകൂടിയവനെ, ജഡാഭാരോദാരം, ശ്രേഷ്ഠമായ ജഡാഭാരത്തോടു കൂടിയവനെ, ചലതുരകഹാരം, ചലിക്കുന്ന സർപ്പത്തെ ഹാരമാക്കിയവനെ, മൃഗധരം, മൃഗത്തെ മാനിനെ ധരിച്ചവനെ, മഹാദേവം, മഹാദേവനെ, ദേവം, ദേവനെ, മയി സദയഭാവം, എന്നിൽ എപ്പോഴും ദയയോടൊത്ത ഭാവത്തോടു കൂടിയവനെ, പശുപതിം, സർവ പശുക്കളുടെയും പതിയെ, ചിദാലംബം, ചിത്തിന് ആലംബമായവൻ. ചിത്ത് പരമമായ ജ്ഞാനം. ആരാണോ പരമമായ ജ്ഞാനം സ്വരൂപമായവൻ, അഥവാ ആര് പരമമായ ജ്ഞാനത്തിൽ നിവസിക്കുന്നുവോ, അഥവാ ആരിൽ പരമമായ ജ്ഞാനം നിവസിക്കുന്നുവോ അവനാണ് ചിദാലംബൻ, ചിത്തിന് ആലംബമായവൻ. ചിദാലംബം, അങ്ങനെയുള്ള ശിവനെ ഞാൻ ഭജിക്കുന്നു. ആരെ? സാംബം, അമ്പയോട് കൂടിയവനെ. അമ്പ, അമ്മ, പാർവതീദേവി, ജഗന്മാതാവായ ദേവി. അങ്ങനെയുള്ള പാർവതീദേവിയോടൊത്തവനെ സാംബം, സദാ പാർവതിയോട് ചേർന്നിരിക്കുന്നവനെ, ഒരിക്കലും പിരിയാതെ. അങ്ങനെയുള്ള സാംബം, ശിവം, ശിവനെ ഞാൻ ഭജിക്കുന്നു. ആരെ ഭജിക്കുന്നു? അതിവിഡംബം. വിഡംബം എന്ന് പറഞ്ഞാൽ നടനമാണ്. വിഡംബം കാപട്യമാണ്, കപടനാട്യം, അഭിനയം എന്നൊക്കെ പറയാം. എന്താണ് ഇവിടെ അഭിനയം എന്ന് പറയുന്നത്? തൻ്റെ പാരമാർത്ഥികമായ സ്വരൂപത്തിൽ നിന്ന് മാറി ലോകോപകാരാർത്ഥം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്നതിന്, നിഗ്രഹാനുഗ്രഹങ്ങളെ ചെയ്യുന്നതിന്, ഭക്തജന അനുഗ്രഹത്തെ ചെയ്യുന്നതിന് സദാ വിവിധ ഭാവങ്ങളെ സ്വീകരിക്കുന്നവൻ. പരമാർത്ഥത്തിൽ അവൻ ജ്ഞാനസ്വരൂപനാണ്.
എല്ലാ ദ്വന്ദ്വങ്ങൾക്കും ഉപരിയാണ്. എങ്കിലും ലോകരക്ഷാർത്ഥം ലോകസാമാന്യ ഭാവത്തെ അഭിനയിക്കുന്നവൻ. അങ്ങനെയുള്ള ശിവനെ ഞാനിതാ ഹൃദയത്തിൽ ഭജിക്കുന്നു എന്നാണ്. നോക്കൂ, ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരമാദ്യം ത്രിനയനം ജഡാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. തുടർന്ന് നമ്മൾ 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാ ക്ഷുദ്രഫലദാഃ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദാംഭോജഭജനം. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാ ക്ഷുദ്രഫലദാഃ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം ഹരിബ്രഹ്മാദീനാമപി നികടഭാജാമസുലഭം ചിരം യാചേ ശംഭോ ശിവ തവ പദാംഭോജഭജനം. ഹേ ശംഭോ, അല്ലയോ ശംഭോ, ഹേ ശിവ, അല്ലയോ ശിവ. ജഗത്തിൽ ലോകത്തിൽ സഹസ്രം വർത്തന്തേ വിബുധാഹ വിബുധാഹ ദേവാഹ, ദേവന്മാർ ആയിരക്കണക്കിനുണ്ട്. ആയിരക്കണക്കിന് ദേവന്മാരുണ്ട് ഈ ലോകത്തിൽ. എങ്ങനെയുള്ളവർ? ക്ഷുദ്രഫലദാഹ, ക്ഷുദ്രങ്ങളായ ഫലത്തെ നൽകുന്നവർ, താൽക്കാലികങ്ങളായ ഫലങ്ങളെ നൽകുന്നവർ, പ്രത്യേകം പ്രത്യേകം അനുഗ്രഹങ്ങളായി പ്രത്യേക കാര്യലാഭങ്ങളെ നൽകുന്നവർ. എനിക്കത് വേണം ഇത് വേണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്താൽ ആ തപസ്സിൻ്റെ ഫലമായിട്ട് പരിമിതങ്ങളായ ഫലങ്ങളെ നൽകുന്ന ദേവന്മാർ ഈ ലോകത്തിൽ ആയിരക്കണക്കിനുണ്ട്. സഹസ്രം വർത്തന്തേ ജഗതി വിബുധാ ക്ഷുദ്രഫലദാഃ തദനുസരണം സ്വപ്നേവാനമന്യേ. സ്വപ്നത്തിൽ പോലും അവരെ അനുസരിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല. അവരുടെ പിന്നാലെ പോവുക, അവർക്ക് വേണ്ട സേവ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ദേവതകളെ നമ്മൾ അതത് വിധാനത്തിൽ പൂജിക്കണം. സാത്വികം, രാജസികം, താമസികം, ഇങ്ങനെ 3 വിഭാഗത്തിൽ പിരിക്കാവുന്ന പൂജാവിധാനങ്ങളുണ്ട്. ആ പൂജാവിധാനങ്ങളിൽ അത്തരം ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് അത്തരം ക്രിയകളെ ചെയ്ത് വ്യത്യസ്ത ദേവതകളെ സന്തോഷിപ്പിക്കാൻ സാധിക്കും, വശീകരിക്കാൻ സാധിക്കും. അങ്ങനെ വശീകരിക്കപ്പെട്ട ദേവതകളോ അതതിനനുസരിച്ച് അനുഗ്രഹങ്ങളെ തരും, വരങ്ങളെ തരും. പക്ഷേ ആ വരങ്ങളൊക്കെ എന്താണ്? ക്ഷുദ്രങ്ങളാണ്, ക്ഷുദ്രഫലങ്ങളാണ്, താത്കാലികങ്ങളായ ക്ഷയിക്കുന്ന ഫലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ അനുസരിക്കുക, അതത് വിധാനത്തിലുള്ള പൂജകളും മറ്റും ചെയ്യുക, അവരുടെ ഉപാസനയിൽ വ്യാപരിക്കുക, ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. അതുപോലെ തത്കൃതഫലം, അവർ ചെയ്യുന്ന അതുകൊണ്ട് ലഭിക്കുന്ന ഫലത്തെയും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഞാൻ എന്താ ചിന്തിക്കുന്നത്? നിൻ്റെ പദാംഭോജ ഭജനം മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതാണ് പറയുന്നത്. ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭഗവത് ചരിതാമൃതം ദശമസ്കന്ധത്തിൻ്റെ ഓരോ കഥകളിലൂടെയും മനസ്സിങ്ങനെ ഭക്തജനങ്ങൾ അനവരതം ഭക്തിപൂർവം, വാക്കുകൾ കൊണ്ടല്ല, ഹൃദയത്തിലൂടെ, വാക്കുകളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു, ഭഗവാനോടുള്ള പരപ്രമമായ ഭക്തി കൊണ്ട്, ശുദ്ധീകരിച്ച വിമലീകരിച്ച മനസ്സുകൊണ്ട്. ആ മനസ്സിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഭഗവാനും ശുദ്ധമായിരിക്കുന്ന ഹൃദയാന്തർഭാഗത്ത് വന്ന്
വിരാജിക്കുന്നു എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നതിനോടൊപ്പം പറയുകയാണ്. താവത് രാഗാദയസ്തേന താവത് കാരാഗൃഹം ഗൃഹം താവത് മോഹോങ്ക്രി നികടോ യാവത് കൃഷ്ണനദേ ജനാഹ. പറയുകയാണ്, കൃഷ്ണ ആനന്ദസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ കൃഷ്ണ എന്ന സംബോധന ചെയ്തിരിക്കുന്നു. ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആനന്ദം നൽകിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ. ആരൊക്കെയാണോ ഭക്തിപൂർവം സ്നേഹത്തോടെ പ്രേമത്തോടെ ഭഗവാനെ ഭജിക്കുന്നത് അവർക്ക് ഭഗവാൻ ആനന്ദം നൽകുന്നു. അതുകൊണ്ടാണ് സജ്ജനങ്ങളെപ്പോഴും ഭഗവത് ഭജനത്തിനകത്ത് താല്പര്യം കാണിക്കുന്നത്. ഭഗവത് ഭജനം ചെയ്യുന്നത് അത്യാനന്ദമെന്ന് കാണുമ്പം ഭഗവാൻ എന്തായിരിക്കും? കൃഷ്ണ, ഈ ആനന്ദരൂപനായിരിക്കുന്ന ഭഗവാനെ യാവത് ഏതുവരെ, ജനാഹ ജനങ്ങൾ, നതേ നിന്തിരുവടിയുടെ അങ്ങയുടെ സംബന്ധികളല്ലാതിരിക്കുന്നുവോ. ആളുകൾക്കൊക്കെ താല്പര്യത്വം പൊതുവെ വിഷയങ്ങളിലാണ്, അവരാഗ്രഹിക്കുന്ന വിഷയങ്ങളിലാണ് താല്പര്യപൂർവ്വം ഇരിക്കുന്നത്. പക്ഷേ ഭഗവാനോടുള്ള താല്പര്യം സുഹൃതങ്ങൾ കൊണ്ട് മാത്രം വന്നു ചേരുന്ന ഒന്നാണ്. നല്ല സുഹൃതമുള്ളവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അങ്ങനെ സുഹൃതമില്ലാത്തവർക്ക് ഭഗവത് സംബന്ധികളാകാൻ പറ്റുന്നില്ല. അവർക്ക് വിഷയസംബന്ധികളാകാനേ പറ്റുന്നുള്ളൂ. മനസ്സെപ്പോഴും ക്ലേശപൂർണമാകുന്നു വിഷയസംബന്ധികൾക്ക്, മനസ്സെപ്പോഴും ആനന്ദപൂർണമാകുന്നു ഭഗവത് സംബന്ധികൾക്ക്. അപ്പോൾ ഏത് സംബന്ധം വേണമെന്നുള്ളത് ഓരോ മനസ്സുകളും പരിപൂർണമായി ചിന്തിച്ചെടുക്കണം. എൻ്റെ മനസ്സിന് ക്ലേശമില്ലാണ്ടാക്കുവാൻ, എൻ്റെ മനസ്സിൽ സുഖം ഉണ്ടാകുവാൻ, ആനന്ദം ലഭിക്കുവാൻ ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനുള്ള പ്രേമമാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കണം. രാഗാദേഹ, രാഗാദികൾ സ്തേനാഹ, അത് സ്തോനന്മാരാണ്. എന്താണ്? സ്തേനന്മാരാണ്, ചോരന്മാരാണ്. രാഗാദികളെല്ലാം ചോരന്മാരാണ്. മനസ്സ് വിഷയമായിട്ട് സംബന്ധപ്പെടുത്തിക്കൊണ്ട്, വിഷയമായി സംബന്ധം വന്ന മനസ്സ് എന്തു ചെയ്യുന്നു? ഓരോ വിഷയാകാര വൃത്തിത്വം കൈവരിക്കുന്നു. അതിലൂടെ എന്തു ചെയ്തു? മനസ്സിനെ ആ വിഷയം, കണ്ണ് രൂപത്തിൻ്റെ പുറകെ പോയി, ചെവി ശബ്ദത്തിൻ്റെ പുറകെ പോയി, മൂക്ക് മണത്തിൻ്റെ പുറകെ പോയി. ഇങ്ങനെ ഓരോ വിഷയങ്ങളുടെ പുറകെ മനസ്സിനെ കൊണ്ടുപോകുന്ന കള്ളന്മാരായിരിക്കുന്ന ഗൃഹം, ഭവനം, കാരാഗൃഹം, തടവുമുറി, മോഹം അങ്ക്രിനികട, എന്താണ്? പാദശൃംഖല പോലെയാണ്. ഇവിടെ പറയാൻ രാഗാദി ദ്വേഷങ്ങളില്ലാത്തവരായിരിക്കുന്ന സന്യാസിമാർ പോലും ദ്വേഷാദികളൊന്നും ഇല്ലാത്തവരാണ്. അവർ പോലും ഭഗവത് ദർശനത്തിന് വേണ്ടി അനവരതം പ്രയത്നിക്കുന്നു എന്നുള്ളതാണ്. ഉള്ളിൽ രാഗാദി മാലിന്യങ്ങൾ ആരുടെ മനസ്സിലുണ്ടോ, ആരുടെ മനസ്സിൽ ഈ രാഗാദി മാലിന്യങ്ങൾ മോഹത്തോടു കൂടിയിരിക്കുന്നോ അവർക്കൊരിക്കലും എന്തില്ല? ഈ നിന്തിരുവടിയുടെ സംബന്ധികളാകാൻ പറ്റുന്നില്ല, ഭഗവത് സംബന്ധികളാകാൻ പറ്റുന്നില്ല. അപ്പോൾ ഭക്തന്മാർ വെറുതെ അമ്പലത്തിലൊന്ന് പോയി ക്ഷേത്രദർശനമൊന്ന് നടത്തി ഭഗവത് അനുഗ്രഹം ഇതുകൊണ്ട് കിട്ടും. ഒരു 2 മിനിറ്റ് അവിടെ നിന്നും തൊഴുത് നേരെ പുറത്ത് വന്നു നമസ്കരിച്ച് പോന്നാൽ ഈ രാഗാദി ദോഷങ്ങളൊന്നും അകലില്ല. നല്ലവണ്ണം ഭജിക്കണം, നല്ലവണ്ണം മനസ്സ് ശുദ്ധി വരുത്തത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കണം. ഭഗവാനുമായിട്ടൊരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുവാൻ പ്രാർത്ഥനയ്ക്കാണ് സാധിക്കുന്നത്. പ്രാർത്ഥന നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും അകറ്റിത്തരും. എന്തുകൊണ്ട്? ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കാനുള്ള ഒരവസരമാണ് പ്രാർത്ഥന. പക്ഷേ എന്തു ചെയ്യുന്നു? രാഗാദി ദ്വേഷങ്ങളുള്ള മനസ്സിലെ പാപമംഗലമായിരിക്കുന്ന മനസ്സിനകത്ത് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും അതെന്ത് ചെയ്യുന്നു? ചുറ്റുപാടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിന് ഇഷ്ടപ്പെട്ട വിഷയങ്ങളുടെ പുറകെ അത് പോവും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അനിഷ്ട വസ്തുക്കൾ, അതായത് ഇഷ്ടപ്പെട്ട വിഷയങ്ങളെ തേടി മനസ്സ് നടന്നപ്പം നിയന്ത്രിക്കാഞ്ഞത് കൊണ്ടാണ് പ്രാർത്ഥനാവേളയിൽ മനസ്സ് മുമ്പ് സഞ്ചരിച്ചിരുന്ന പോലെ തന്നെ സഞ്ചരിക്കുന്നത്. ഒരു പശുവിനെ കയറിൽ കെട്ടിയിരുന്നാൽ, കയറ് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അനാവശ്യ വിളകളൊന്നും അത് നശിപ്പിക്കില്ല. പക്ഷേ ബന്ധനസ്ഥനല്ലാത്ത പശുക്കളെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള വിളകളെ നശിപ്പിക്കുന്നെന്ന് മാത്രമല്ല, മറ്റുള്ളവരായിട്ട് അതിൻ്റെ ഉടമസ്ഥന് എന്താണ്? കലഹം ഉണ്ടാകേണ്ടിയും വരും. അപ്പോൾ എന്താ? ഉടമസ്ഥന് നാശം ഉണ്ടാക്കുന്ന, ദുഃഖം ഉണ്ടാക്കുന്നതാണ്
അഴിച്ചുവിടൽ. ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ സ്വഭാവത്തിനനുസരിച്ച് വിട്ടാൽ ആർക്കും ഒന്നും ആർജിക്കാൻ കഴിയില്ലെന്നർത്ഥം. ഇന്ദ്രിയത്തെ സ്വസ്ഥമായിട്ട് നിർത്തി മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പുറകെ സഞ്ചരിക്കാതെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് നിർത്താൻ പ്രയത്നിക്കുന്നതാണ് പ്രാർത്ഥനകൾ. അവിടെ രാഗങ്ങളില്ല, ദ്വേഷങ്ങളില്ല, കാമക്രോധാദികളില്ല, അസൂയയില്ല, മറ്റു യാതൊന്നുമില്ല. ഇതൊക്കെ വിളയാടുന്ന മനസ്സിനകത്തോ അവിടെയുള്ള കർമ്മത്തിനകത്തോ ഒന്നും ആരും ഉണ്ടാകില്ല, ഭഗവാൻ ഉണ്ടാകുകയില്ല. അപ്പോൾ ഭഗവാനെ കാണണം, കൃഷ്ണ ഭഗവാനെ കാണണം, കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭാഗവത കഥകൾ കേട്ടാൽ മാത്രം പോരാ, അത് നമ്മളിൽ ഉറപ്പിക്കുകയാണെങ്കിൽ മാത്രമേ ആ അനുഭവം നമുക്കുണ്ടാകുകയുള്ളൂ. രാഗാദി മാലിന്യങ്ങളില്ലാത്തടത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാനൻ്റെ ആനന്ദസ്വരൂപത്വം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുകയുള്ളൂ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. ആനന്ദം നിറഞ്ഞതാകട്ടെ ഓരോ ദിനമെന്ന് ആശംസിക്കുന്നു. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ തൊഴുകയോടെ നിൽക്കും കന്യകമാർ തഴുകിത്തലോടി മംഗമാർക്കപ്പോഴേ മാംഗല്യ ഭാഗ്യമേകും അമ്മ ശ്രീ അഴകൊടി കാവിഴും കാവിലമ്മ. സ്വയംവര പുഷ്പാഞ്ജലി അർപ്പിച്ചു മുന്നിൽ